നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP ആകുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ഇത് കാണുമ്പോൾ സ്വയം പുച്ഛം തോന്നാറുണ്ട്. ഇത്രയും കാലം ഇവർ പറഞ്ഞിരുന്ന ഘോരം പ്രസംഗിച്ചിരുന്ന മാർക്സിസവും ഗാന്ധിസവും ഒക്കെ വിശ്വസിച്ചിരുന്ന ജനം എത്രമാത്രം മണ്ടന്മാരെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടാറുമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡാണ് BJPയിലേക്കുള്ള ഒഴുക്ക്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലും മുതൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ സജി വരെ ഇതിന് ഉദാഹരണങ്ങളാണ്. മറുവശത്ത് S രാജേന്ദ്രൻ, VK അജിത് തുടങ്ങിയ മുൻ MLA-മാരും BJPയിലെത്തി തല ഉയർത്തി നിൽക്കുന്നു. എന്തുകൊണ്ട് BJPയിലെത്തിയെന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉണ്ടാകൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനത്തിൽ ആകർഷകരായി BJPയിലെത്തിയതെന്നായിരിക്കും ഇവരുടെ മറുപടി. എന്നാൽ ഇവരൊക്കെ ഇതുവരെ പഠിച്ചും പറഞ്ഞും വിശ്വസിച്ചും ശീലിച്ച മാർക്സിസവും ഗാന്ധിസവും ഇതിൻ്റെയൊക്കെ ചുവടുപിടിച്ചാണോ മോദിയുടെ വികസനമെന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഉണ്ടാകില്ല. അതിൻ്റെ അർത്ഥം ഇവരൊന്നും ആദർശത്തിൻ്റെ പേരിലായിരിക്കില്ല ചേരി മാറിയതെന്ന് തന്നെയാണ്. മറിച്ച് സ്വന്തം കാര്യസാധ്യങ്ങൾക്കും ആരോടൊക്കെയോ ഉള്ള വാശി തീർക്കാനും വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ചേരി മാറിയതെന്ന് ആർക്കും വ്യക്തമാകും. പ്രത്യയശാസ്ത്രങ്ങളെ പ്രചരണങ്ങൾക്കും ആശയങ്ങളെ ആമാശയപൂരണത്തിനും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടിയുള്ള ഇവരുടെ ചേരിമാറ്റത്തെ ആർക്കും കുറ്റം പറയാനാകില്ല. നിലനിൽപ്പിൻ്റെ ഈ രാഷ്ട്രീയം തന്നെയാണ് നാട്ടിക MLA CC മുകുന്ദനും പയറ്റാനൊരുങ്ങുന്നത്. നാട്ടിക MLA മുകുന്ദന് സീറ്റ് നിഷേധിച്ചതും അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഇതിനെ തുടർന്ന് CPI അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും എന്നിട്ടും പിന്മാറാതെ മത്സര തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുമെല്ലാം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന വാർത്തയാണ്. മുകുന്ദനെ മാറ്റി അവിടെ CPI സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് മുൻ MLA ആശാഗോപിക്കാണ്. ആശാഗോപി മുകുന്ദനേക്കാൾ നല്ല കേഡറാണോ, നേതാവാണോ, MLA ആയിരുന്നോ എന്ന ചോദ്യത്തിന് അതേന്നുത്തരം മണ്ഡലത്തിലില്ല. പിന്നെ എന്തുകൊണ്ട് മുകുന്ദനെ മാറ്റി ആശയെ സ്ഥാനാർത്ഥിയാക്കി? ഇതിനുത്തരം പറയാൻ CPI ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പാർട്ടിക്കും നേതാക്കന്മാർക്കും ലക്ഷങ്ങളും കോടികളും ഫണ്ട് പിരിച്ചു നൽകാൻ തനിക്ക് കഴിയാത്തത് കൊണ്ടാണ് തന്നെ മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് മുകുന്ദൻ ഉന്നയിക്കുന്നത്. നനഞ്ഞൊലിച്ച് ജപ്തി ഭീഷണി നേരിടുന്ന വീട്ടിൽ താമസിക്കുന്ന മുകുന്ദൻ പറയുന്നതിൽ ഒട്ടൊക്കെ സത്യമുണ്ടാകും. മകൾക്ക് 2 കിലോ സ്വർണം സ്ത്രീധനം നൽകി വിവാഹം നടത്തിയെന്ന ആശാഗോപിയുടെ പാർട്ടി കൂറിലും ഒട്ടൊക്കെ ശരിയുണ്ടാകാം. പണപ്പിരിവ് നടത്തി നേതാക്കന്മാർക്ക് നൽകുന്നതാണോ ശുദ്ധ കമ്മ്യൂണിസം എന്ന ചോദ്യത്തിന് മാത്രമേ ഇവിടെ ഉത്തരം കിട്ടാനുള്ളൂ. എന്താണെങ്കിലും മുകുന്ദൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ മുകുന്ദൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ആകെ താറുമാറാകുന്ന ലക്ഷണമാണിപ്പോൾ കണ്ടുവരുന്നത്. മുന്നണി രാഷ്ട്രീയം കൊടിപാറിക്കുന്ന നാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയസാധ്യത ഏറെ അകലെയാണെന്നുള്ള കാര്യം മുകുന്ദന് അറിയാതിരിക്കാൻ വഴിയില്ല. ഏത് പാർട്ടി പിന്തുണ നൽകിയാലും സ്വീകരിക്കുമെന്ന് മുകുന്ദൻ പറഞ്ഞത് ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ UDF പിന്തുണ മുകുന്ദൻ പ്രതീക്ഷിച്ചിരുന്നു. LDFനെ പരാജയപ്പെടുത്താൻ UDF പിന്തുണ നൽകുമെന്നാണ് മുകുന്ദൻ കരുതിയിരുന്നത്. KC വേണുഗോപാലും ചെന്നിത്തലയുമൊക്കെ അന്ന് മുകുന്ദനെ പിന്തുണയ്ക്കുകയും ചെയ്തു. BJPയും പിന്തുണച്ചെങ്കിലും കോൺഗ്രസിന്റെ തള്ളിക്കയറ്റം കണ്ട് അവർ പിന്മാറി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞ മട്ടാണ്. മുകുന്ദന് പിന്തുണ നൽകേണ്ടതില്ലെന്നാണ് തൃശൂർ DC-യുടെ തീരുമാനം. അവിടെ സുനിൽ ലാലൂർ എന്ന ജില്ലാ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു. ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച മുകുന്ദനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതോടൊപ്പം BJP കൂടി പിന്തുണച്ചാൽ വെട്ടിലാകുക UDF ആണ്. BJPയും കോൺഗ്രസും ലീഗും മുകുന്ദനെ പിന്തുണച്ചാൽ പഴയ കോലിബി സഖ്യാരോപണം LDF വീണ്ടും ഉയർത്തും. ഇത് കേരളമാകെ UDFന് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് പിന്തുണയിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ മറ്റൊരു രാഷ്ട്രീയ ഗൂഢതന്ത്രവും ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മുകുന്ദൻ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം പിടിച്ചു മാറ്റുക LDF വോട്ടുകളാകും. ഇത് UDFന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന വോട്ട് ധ്രുവീകരണത്തിലൂടെ ഒരു ശുദ്ധ കോൺഗ്രസുകാരനെ വിജയിപ്പിച്ചെടുക്കാമെന്ന കണക്കൂട്ടലാണ് മുകുന്ദനുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെ വെട്ടിലായത് മുകുന്ദനാണ്. വർത്തമാനകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നീന്തിക്കയറാൻ ആളും ആർത്തവും ഏറെ വേണം. സ്വതന്ത്രനായ മുകുന്ദന് ആളും അഴിമതിക്കാരനല്ലാത്ത അദ്ദേഹത്തിന് അർത്ഥവും ഉണ്ടാകാനിടയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദയനീയ പരാജയമായിരിക്കും മുകുന്ദൻ ഉണ്ടാകുക. ഇവിടെയാണ് BJPയുടെ പ്രസക്തി. ആളും അർത്ഥവും ഏറെയുള്ള പാർട്ടിയാണ് BJP. തങ്ങൾ പിന്തുണ നൽകാം, പക്ഷേ BJP സ്ഥാനാർത്ഥിയായോ BJP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ മത്സരിക്കണമെന്ന ആയിരിക്കും അവരുടെ ഡിമാൻഡ്. മുകുന്ദനുള്ള നിസ്സഹായാവസ്ഥകൾ ഇതിന് സമ്മതിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുകുന്ദനും പയ്യെ
BJP-യിലേക്ക് എത്തുമെന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.